പൊന്നാനി നഗരസഭാ പ്രദേശത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം തടയാൻ ക്യാമ്പയിൻ നടത്താൻ തീരുമാനം. നഗരസഭാ കൌൺസിലിലെ പ്രമേയത്തിന് ഐക്യകണ്ഠേന അനുമതി. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനകീയ പ്രതിരോധ സംഗമങ്ങൾ നടത്താൻ, അതല്ലെങ്കിൽ ജനകീയ പ്രതിരോധ റാലികൾ സംഘടിപ്പിക്കാൻ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രത്യേകമായിട്ടുള്ള സമിതികൾ, ജാഗ്രതാ സമിതികൾ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് രൂപീകരിക്കണമെന്നും വാർഡുകൾ കേന്ദ്രീകരിച്ച് വിമുക്തി എന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനത്തെ വികേന്ദ്രീകരിച്ച് വാർഡ് തലങ്ങളിൽ നമ്മുടെ പ്രദേശത്ത് ലഹരിയിലേക്ക് വഴുതി പോകുന്ന പുതുതലമുറയിൽപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ച് കൗമാരക്കാരായ കുട്ടികളടക്കമുള്ള വിദ്യാർത്ഥി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളടക്കമുള്ള കുട്ടികളെ നിരീക്ഷിക്കുന്നതിന് ഉതകുന്ന തരത്തിൽ കുടുംബശ്രീ സംവിധാനത്തെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആ പദ്ധതി പ്രഖ്യാപിച്ചത്. വിദ്യാർത്ഥികളിലും യുവാക്കളിലും സമീപകാലത്തായി കണ്ടുവരുന്ന വൻതോതിലുള്ള ലഹരി ഉപയോഗത്തിന് തടയിടാനാണ് സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ കൂട്ടായ്മയോടെ ലഹരിക്കെതിരെ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. ചെറിയ കാലയളവിൽ തന്നെ വിദ്യാർത്ഥികളും യുവാക്കളും പ്രതി ചേർക്കപ്പെട്ട നാർക്കോട്ടിക് ആക്ട് പ്രകാരമുള്ള കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. പൊന്നാനി നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വാർഡ് തലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൃത്യമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തണമെന്നും ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണമെന്നും നഗരസഭാ കൌൺസിലിൽ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ BM പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 2020 8 കേസുകളാണ് പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ NDPS ആക്ട് പ്രകാരം എടുത്തിട്ടുള്ളത്. 2021 അത് 26ആയി വർദ്ധിച്ചു. 2022 അത് 113 കേസുകളായി. 2023 അത് 145 കേസുകളായി. സർ, നമ്മുടെ ഈ വർഷം തുടങ്ങി 2024 2 മാസം പിന്നിടുമ്പോൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ 39 കേസുകളാണ് സർ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായി എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ ഒരു വേട്ടയാണ് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് അതിന്റെ വിൽക്കുന്ന ഒരു കേന്ദ്രമായി നമ്മുടെ ഈ നാട് മാറുന്നു എന്നുള്ള ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ നമ്മുടെ വാർഡുകൾ എല്ലാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളെല്ലാ നേട്ടങ്ങളിലും അഭിമാനിക്കുന്നവരാണ്, ഒരുമിച്ച് അഭിമാനിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഇതേറെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യമാണ്. പ്രമേയത്തിന് കൌൺസിൽ ഐക്യകണ്ഠേന അംഗീകാരം നൽകി. NCV ന്യൂസ് പൊന്നാനി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശവും ഉത്സവവും മാർച്ച് 14 മുതൽ 24 കൂടി. ദ്രവ്യകലശം മാർച്ച് 14 മുതൽ 17 വരെ. കൊടിയേറ്റം മാർച്ച് 17 രാത്രി 7:30. ഉത്സവ ബലി മാർച്ച് 22. പള്ളിവേട്ട 23. ആറാട്ട് മാർച്ച് 24 ഞായറാഴ്ച. ക്ഷേത്രോത്സവ കലാപരിപാടികളുടെ ഭാഗമായി മാർച്ച് 22 വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് പ്രശസ്ത സിനിമാ താരം ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിക്കുന്ന നൃത്തം ആഘോഷം ഉണ്ടായിരിക്കും. ഏവരെയും ക്ഷേത്ര സന്നിധിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു.